you can trust me. It's okay, it's complicated. Nervous trip over my words. You're so pretty, it hurts. Baby, I'm yours. Baby, I'm yours. Baby, I'm yours. കൺചിമ്മിയോ നിൻജാലകം ഏതോ നിഴൽ തുമ്പികൾ തുള്ളിയോ കാതോർക്കയായി. അല്ല, നിർത്തിക്ക. ഇതിലെവിടെയാണ് പ്രശ്നം? എന്ത് നല്ല അന്തരീക്ഷം, നന്നായിട്ടല്ലേ പോകുന്ന കഥ. ഓ, അതിനകത്ത് മുഴുവൻ പറയട്ടടാ ഊളെ. അത് ആദ്യത്തെ വെർഷൻ. കോളേജ് അടിപൊളിയാണ്, കോളേജിലെ കാര്യങ്ങൾ നല്ലപോലെ തന്നെ പോകുന്നത്. പക്ഷേ ഈ കോളേജിന് നമ്മുടെ അനിയനായിട്ട് സൃഷ്ടിച്ച വേറൊരു വെർഷൻ ഉണ്ട്. ഇനി അത് കാണാം, വാ. അത് നമ്മുടെ ലൂക്കായ നടന്നു പോണത്. ഇവ ഇത്ര നിഷ്കളങ്കനായിരുന്ന? അതെ, കുറച്ച് നിഷ്കളങ്കത കൂടിപ്പോയതിന്റെ കുഴപ്പമൊക്കെ ഇപ്പൊ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു തീർക്കട്ടാ പുല്ലേ. Such a fucking hoe, I love it. I know you like it more, I love it. I'll fuck you around, I love it. Probably she's a whore. I know she like it for me. I'm a fire like a lighter on a pussy golden blessing. Why she did it? 'Cause she lying. What we do here is so discreet. You ask me, I know nothing. She just jumping on my dick. I know she like it 'cause she such a fucking hoe. ഓ, അന്നേ അടി തന്നെയല്ലേ രണ്ടും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ടെന്തായി? ലൂയിസെ, പുല്ലന്റെ മോനെ, ഞാൻ നിന്റെ അടുത്ത് കുറെ നേരം കൂടെ പറയണം, തോക്കി കയറി വെടിവെക്കല്ലേ. ഞാൻ ഇത് പറഞ്ഞു തീർക്കണോ മൈര നിന്റെ. ഓ, ഇത് കേൾക്കേണ്ട എന്റെ ആവശ്യമായിപ്പോയി. ഇല്ലെങ്കിൽ കാണണം പൊന്നി. ആ, നീട്ടി മിണ്ടാതിരിക്കോ. ഞാൻ ബാക്കി പറയണ കേക്കണോ വേണ്ടേ നിനക്ക്? എനിക്ക് പോയിട്ട് വേറെ പണികളായിട്ട് നീട്ട് വലിച്ചടിക്കാത്ത കാര്യം പറ. എന്താ കാര്യം അത് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ നീ അവ അഡ്മിഷൻ എടുത്ത കാലം തൊട്ടുള്ള കഥ പറയണ്ട, കേട്ടല്ലോ. അല്ലെങ്കിലും അവ അഡ്മിഷൻ എടുത്ത കാലം തൊട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവൻ പറഞ്ഞ ഈ ഒരു പ്രശ്നം മാത്രമേ എനിക്കറിയോ. പിന്നെ ഞാൻ പറയുന്ന അതുപോലെ പോയി അവന്റെ അടുത്ത് പോയി വിളമ്പാൻ നിൽക്കരുത്. വിളമ്പി കഴിഞ്ഞാൽ നിനക്കേനെ അവന്റെ അടുത്ത് കിട്ടും. അല്ലാതെ എന്റെ അടുത്ത് അവ ഒന്നും ചോദിച്ചോണ്ടിരില്ല. ഞാൻ പറയും എനിക്കറിയത്തില്ല എന്ന് പറയും. ഓ, ആയിക്കോട്ടെ. ഇത് പറഞ്ഞ് തൊലയുടെ പുല്ലേ. കുറെ നേരം അവന്റെ അമ്മൂമ്മയുടെ കോണാത്തില് കുറെ വർത്താനവും. ഞാൻ ആരോടും ചോദിക്കത്തില്ല, നീ കാര്യം പറ. ഓ, പറയാതിരുന്ന നിനക്ക് കൊള്ളാം. ഓക്കെ, ഫൈൻ. ബാക്ക് ടു ദ സ്റ്റോറി. ബാക്കി നമുക്ക് കാണാം. സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങളെ ഒരു പേയാട്ടം കാണാനില്ല സ്കൂൾ മാനേജ്മെന്റ് ടീച്ചേഴ്സ് ഒന്നും ഇവിടെ ഇരിക്കുന്നത്. ബാക്കിയുള്ള കുട്ടികളെ കൂടെ പറയിപ്പിക്കാനായിട്ട് രണ്ടെണ്ണം ഇറങ്ങിയിട്ടുണ്ട്, 2 ടീം ഒപ്പിച്ചുകൊണ്ട്. ഞാൻ ഇനി മേല ഇമാതിരി ചെറിയ പ്രശ്നങ്ങൾക്ക് നീയൊക്കെ അടിയുണ്ടാക്കിയത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് സ്പോട്ടില് ഇനി സസ്പെൻഷൻ ആയിരിക്കൂല. TC ഒന്ന് ഞാൻ പറഞ്ഞു വിടും. പറഞ്ഞില്ല എന്ന് വേണ്ട. കോളേജിനെ പറയിപ്പിക്കാനായിട്ട് 2 ജന്മങ്ങള്. നിനക്കെന്താ ഒന്നും പറയാല്ലേ? നിന്റെ ബാക്കിയകത്ത് ഇപ്പൊ വല്ലതും കയറ്റി വെച്ചിരിക്കണം അതിന്റെ 2 എന്റെ പൊന്ന് സാറേ, ഞങ്ങൾക്ക് ടീമൊന്നുമില്ല. എന്റെ പേര് അഭിജിത്ത് എന്നും അവന്റെ പേര് കാശിനാഥെന്നും. ഞങ്ങൾ രണ്ടും കുഞ്ഞിലേ ഉള്ള ബെസ്റ്റ് ഫ്രണ്ട്സാ. പിന്നെ കാശി ഒന്നും ചെയ്തില്ല എന്ന് ഞാൻ സാറിനോട് ഒരു 110 പ്രാവശ്യം പറഞ്ഞതാ. ഇവനെ ഓരോ പ്രാവശ്യം ഞങ്ങളോട് അടി ഉണ്ടാക്കാനായിട്ട് വരുന്നേ. ഓഹോ, പിന്നെ കാശി ഒന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ ലൂക്കാണ് എല്ലാം ചെയ്തേ. ലൂക്ക ഒന്നും ചെയ്തിട്ടില്ല, അവനും ഒന്നും അറിഞ്ഞിട്ടില്ല. വെറുതെ അവന്റെ മക്കിട്ട് ആരും കയറാൻ വരണ്ട.
มีหนังแดงและจะกินหนังส้วง ഓ എന്തെങ്കിലും പറഞ്ഞാൽ ന്യായീകരിക്കാൻ കുറെ ഫ്രണ്ട്സും വക്കാനത്ത് പറയാൻ കുറെ വീട്ടുകാരും ഉണ്ടല്ലോ പണമുള്ള. പിന്നെ നിനക്കൊക്കെ രണ്ടിനും ഇവിടെ കിടന്ന് എന്തും കാണിക്കാമല്ലോ, എന്ത് തോന്നിവാസോ. പക്ഷെ അതിന് നടക്കില്ല മക്കളെ. ഞാൻ എന്റേതായ ആക്ഷൻസ് എടുക്കാൻ തുടങ്ങിയ പിന്നെ നിന്നേക്ക് സ്കൂളിൽ നിന്ന് പുറത്താക്കാനേ സമയം കാണും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. സാർ എൻ്റെ പേരിൽ ആക്ഷൻസ് എടുക്കാൻ മാത്രം ഞാൻ എന്തോ വലിയ തെറ്റാ ചെയ്തേ? അവൻ അടിക്കാൻ വന്നു, ഞാൻ തിരിച്ചടിച്ചു. എൻ്റെ ദേഹം തോന്നാൻ ഞാൻ അവനല്ല, അവൻ്റെ തന്തയായാലും ഞാൻ തിരിച്ചടിക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട. അതുകൊണ്ട് ഇനി എന്നോട് ഈ കാര്യം പറഞ്ഞുകൊണ്ട് സാറ് വരണ്ട. അവനായിട്ടൊരു വാണിംഗ് കൊടുക്ക്, വീണ്ടും എൻ്റെ നിന്ന് പട്ടിയെ പോലെ വന്നിരുന്ന അടി വാങ്ങാതെ. ആഹാ സെയിം വിച്ച്, എനിക്കും അതേ പറയാനുള്ളൂ. യവനെ നിലയ്ക്ക് നിർത്താൻ സാർ ആദ്യം പറ, എന്നിട്ട് മതി എന്നെ ഉപദേശിക്കാൻ സാറ് വരുന്നത്. ഞാനായിട്ട് അവൻ്റെ അങ്ങോട്ട് ചെന്നിട്ടില്ല. യവ ഓരോന്ന് കാണിക്കുന്നതിനേ ഞാൻ പോയിട്ടുള്ളൂ. എന്നെ യവനാണ് പ്രകോപിപ്പിച്ച് അടി ഉണ്ടാക്കിപ്പിക്കുന്നത്, അല്ല ഞാനായിട്ട് അടി ഉണ്ടാക്കാൻ ചെന്നിട്ടില്ല. സാർ ഞങ്ങൾ ആകെപ്പാടെ 2 പേരേ ഉള്ളൂ, അല്ലാതെ ഒരു 10,000 ഗ്യാങ് ഒന്നുമില്ല. യവൻ്റെ കൂട്ടത്തിലാണ് 4-5 പേരൊക്കെ ഉള്ളത്. അപ്പോൾ യവനാണ് ഗ്യാങ്ങായിട്ട് ഞങ്ങളെ എപ്പോഴും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്, അല്ല ഞങ്ങൾ അവനെ പോയി ഉപദ്രവിക്കാനൊന്നും ശ്രമിച്ചുകൊണ്ടല്ല നടക്കുന്നത്. ഹലോ എക്സ്ക്യൂസ് മീ, നിങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണെങ്കിൽ അതുപോലെ തന്നെ ഞങ്ങളും ഫ്രണ്ട്സ് തന്നെയാണ് കുഞ്ഞിലെ തൊട്ടെ. അവൻ എന്റെ കസിൻ ബ്രദറാണ്. ഞങ്ങളുടെ കൂടെ ഞങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള 2 ഗേൾസ് അല്ലാണ്ട് അവരും ഞങ്ങളുടെ റിലേറ്റീവ്സ് തന്നെയാണ്. അല്ലാതെ വേറെ ആരും പുറത്തുനിന്നില്ല. വേറെ ബോയ്സിനെ ഗ്യാങ് പിടിച്ചുകൊണ്ട് ഞങ്ങളും ആരും അടിക്കാൻ നടക്കുന്നൊന്നുമില്ല. നീ അവിടെ അടിക്കാൻ വന്ന ടൈമിൽ ഞാനും ഇവനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഞങ്ങൾ ഗ്യാങ് പിടിച്ചുകൊണ്ട് നിങ്ങളെ തല്ലാനൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ആ വക ടോക്ക് അങ്ങ് ഒഴിവാക്കിയേക്ക്. ഞങ്ങളുടെ കൂടെ 10-15 ബോയ്സ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഞാനും എന്റെ ലൂക്കയും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതെ, ഞാൻ നിന്നെയൊക്കെ ഇങ്ങോട്ട് വിളിച്ച ഇവിടെ നിന്ന് തല്ലുകൂടാനല്ല. ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ സ്റ്റാഫ് റൂമിൽ നിന്ന് തല്ലുകൂടേണ്ട ആവശ്യമൊന്നുമില്ല. വല്ലതൊക്കെ പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട്, അത് എന്നോട് പറയാനുള്ളതാണെങ്കിൽ മാത്രം പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോണം. പിന്നെ പുറത്ത് പോയി വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനാണ് നിന്റെയൊക്കെ ഉദ്ദേശമെങ്കിൽ തള്ളേനും തന്നേനും കാണാതെ ഇനി ഞാൻ നിന്നൊന്നും ക്ലാസ് ഇരുത്തത്തില്ല. ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങി പോടാനാണോ? നിന്നെ ഞാൻ എടുത്തോളാടാ മൈത്താണ്ടി മോനെ. ഓ എന്തോ എങ്ങനെ? ഓ ആയിക്കോട്ടെ, ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും, പോയിട്ട് വാ. ഓ അങ്ങോട്ടല്ലോ അലൂക്ക, അവനുള്ളതുപോലത്തെ അഹങ്കാരി ദുനിയാവിൽ വേറെ ആർക്കൂല്ലടാ. അവനെ വലിച്ചു കീറി ഒട്ടിക്കാനുള്ള ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. ഓ നീത്തി പോയ അവൻ്റെ കാര്യം പറയണ്ടേ, അല്ലെങ്കിൽ നേരം വിളിച്ച് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അവൻ്റെ പൊട്ടത്തരത്തിലും. ഓ ഓ എന്തിനാ ഇങ്ങനെ എൻ്റെ അടുത്തൊന്ന് ഫൈറ്റ് ഉണ്ടാക്കണേന്നാ എനിക്കറിഞ്ഞൂടത്ത് കോപ്പ്. നീ അടങ്ങടാ. അവന്മാർക്കിട്ട് പണിയെടുക്കാനായിട്ടൊക്കെ നമുക്കും അവസരം വരും. അതുവരെ മിണ്ടാതിരുന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഹോ ഒന്നാമത് നിനക്കറിയാലോ, നമ്മുടെ IV വരിക. ടൂർ ടൈം ആയതുകൊണ്ട് ഇപ്പോൾ വല്ലതും കാണിച്ചു കഴിഞ്ഞാൽ ആ പ്രിൻസിപ്പാൾ പ്രാന്തൻ നമ്മൾ അതിൽ നിന്ന് ക്യാൻസലാക്കും. സോ ആകെപ്പാടെ ഉള്ള ലാസ്റ്റ് ഇയറിലെ ടൂറാണ്. ഇതിന് നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ചാടി കയറി ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. അതത്രേ ഉള്ളൂ. ഏതായാലും അതുകൊണ്ട് മാത്രം ഞാൻ അവനോട് നിൽക്കിട്ട് കയറാൻ ഇനി പോകത്തില്ല. ആകെയുള്ളൊരു ടൂറാണ്. അച്ഛൻ്റെ അമ്മേനെ കാല് പിടിച്ചിട്ടാണ് ഫണ്ടൊക്കെ അടച്ചത്. പോരുന്നത് ശരിയാവത്തില്ല. ഇനി ഈ ടൂറിനൂടെ പോയി കഴിഞ്ഞാൽ അമ്മയുടെ അച്ഛനൂടെ പിന്നെ എന്തെങ്കിലും ഫാമിലി ട്രിപ്പിന് പോകാനേ പറ്റത്തുള്ളൂ. അതിനെ അവർ കൊണ്ടുപോകത്തുള്ളൂ, വിടത്തുമില്ല. ഇത് ഫൈനൽ ടൂർ എന്നാണ് പറഞ്ഞേക്കുന്നത്. +2 തൊട്ടേ കാല് പിടിച്ചാൽ ഇപ്പോൾ ഈ ഡിഗ്രി ഈ ടൈമിലെങ്കിലും ടൂറിന് വിടുന്നത്. അതുകൊണ്ട് നിൻ്റെ കൂടെ വന്ന് അടിച്ചു പൊളിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. നടന്നാൽ മതിയായിരുന്നു. നടക്കാണെങ്കിൽ ആദ്യം ഞാൻ എൻ്റെ കുറച്ച് ദേഷ്യമൊക്കെ കുറയ്ക്കണം. സോ അവനാരും ഒരു പ്രശ്നത്തിന് ഞാൻ പോകത്തില്ല, ഉറപ്പ്. ഓ മയിര് എടാ, എനിക്കെന്താടാ എനിക്ക് അവനൊന്നും ചെയ്യാൻ പറ്റാത്ത. ആ ടൈമിൽ തന്നെ ഓരോ പ്രിൻസിപ്പൾ ഗുലുമാല് തേങ്ങ മാങ്ങാന്ന് പറഞ്ഞ് വരും. നല്ലോണം അവനിട്ട് 2 കൊടുക്കാൻ വരുന്ന ടൈമിലായിരിക്കും ആരെങ്കിലുമൊക്കെ കയറി വരുന്നത്. ഓ എനിക്കത് വേഗം തിരുന്നില്ലല്ലോ അർജുനെ. നീ അടങ്ങടാ, നമുക്ക് അവനിട്ട് പണി കൊടുത്താൽ പോരെ? നീ സമാധാനപ്പെടും, നമുക്ക് പണി കൊടുക്കാം. പണി കൊടുത്തിട്ടേ ഇനി നമുക്ക് വിശ്രമമുള്ളൂ. ഡേയ് നില്ല, ഇത് മറ്റേ നമ്മളാ വർഗീസ് ഞങ്ങളെ മോളല്ലേ സിൻഡ? ഷേ ഇവളും ഉണ്ട് ഈ കഥയില്? ഓ ഉണ്ട്, എല്ലാ പടുവാഴകളും ഉണ്ട്. ഇതിൽ എന്താണ് റോളെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ മെയിൻ കണ്ടന്റ് മാത്രം പറഞ്ഞുതരാം. അവൻ പറഞ്ഞു തന്ന കാര്യം മാത്രം. എന്താണ് അവനോട് അല്ല ഈ കാശിനാഥ് എന്ന് പറയുന്ന ആളോട് ലൂക്കയ്ക്ക് ഇത്ര ശത്രുത, അത് മാത്രം ഞാൻ പറഞ്ഞുതരാം. പണ്ട് കോളേജിൽ ഇങ്ങനെ കാടിയും തല്ലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർക്ക് വലിയ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല അവർ തമ്മിൽ. പക്ഷെ ഇത്രയും ശത്രുത വരാൻ കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. നീ പറഞ്ഞ ഞാൻ നിന്റെ ഗേൾഫ്രണ്ടായിട്ട് അഭിനയിച്ചത്. വഴി പോകുന്ന വയ്യാവേലി എടുത്ത് തലയെ വെച്ച് പൊക്കിക്കൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എനിക്ക് അല്ലെങ്കിൽ അവിടെ സമാധാനമല്ല. അതിന്റെ ഇടയിൽ കൂടെ ഓരോ പെമ്പിള്ളേരുടെ റാങ്കിങ്ങും കൂടെ നിന്റെ ഗേൾഫ്രണ്ടാ ഞാനെന്നും പറഞ്ഞുകൊണ്ട് നിനക്കിത് എന്തിന്റെ ആണ്? നിനക്ക് ഗേൾഫ്രണ്ട് ഇല്ലാന്ന് തന്നെ പറഞ്ഞൂടെ?
നിന്നെ റാഗിങ് ചെയ്തേ? എടിയാനെ, നിനക്കറിയാലോ അതെന്തിട്ടാന്ന്. എടി, നീയാകുമ്പോ എൻ്റെ കുടുംബത്തിലുള്ളതാ, നീ എൻ്റെ ഫാമിലി മെമ്പറുമാണ്. സോ നിനക്കാണെങ്കിൽ എൻ്റെ എല്ലാ കാര്യവും അറിയാം. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് നീ എൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട് അഭിനയിക്കാം. ഇപ്പോൾ പുറത്തുനിന്നൊരു പെങ്കൊച്ചിനോട് പോയി അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് അവള് തലയിലിരിക്കും. നീയാകുമ്പോൾ നിനക്കറിയാലോ നമ്മൾ വെറുതെ ചെയ്യുന്നതെന്ന്. പിന്നെ നിനക്ക് ചിന്തിക്കാനുള്ള കപ്പാസിറ്റിയും ബുദ്ധിയും ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. പിന്നെ ആരാ നിന്നെ റാഗ് ചെയ്തേ? അവള് മാർക്കിട്ട് ഞാൻ കൊടുത്തോളാം, നീ പറ. പിന്നെ ഒന്ന് പോടാ, അതിന് കഴിവില്ലാത്തോളൊന്നുമല്ല ഞാൻ കൊടുക്കാളെ കൊടുത്തിട്ട് തന്നെ വന്ന അവളുമാർക്ക്. അവളുമാർക്ക് അല്ലെങ്കിൽ രണ്ട് കിട്ടേണ്ടതുണ്ട്. പിന്നെ ഞാൻ നിന്നോടൊന്ന് പറഞ്ഞതേ ഉള്ളൂ, നീ കാരണം എനിക്ക് എവിടെയും പോയി സമാധാനമല്ല. ഞാൻ നിന്റെ ഗേൾ ഫ്രണ്ടാന്ന് പറഞ്ഞ അവളുമാരെ എന്റെ തലയിൽ കയറുന്ന താണ്ഡവാടാണ്, താണ്ഡവം. എടിയൊന്ന് ക്ഷമിക്കടി എന്നാമേ. ഈ ടൂർ കഴിഞ്ഞാ പിന്നെ നമ്മുടെ ഈ സെമസ്റ്റർ ഈ വർഷമൊക്കെ തീർന്നടി. 3 വർഷം തീർന്നു. പിന്നെ നമ്മളിനി ഇവിടെ ഇല്ല. അതുവരെ ഒന്ന് അഭിനയിച്ചാ പോരെ? അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടി. നമ്മുടെ ലുക്കൊക്കെ വേണ്ടിയല്ലേടി, വേറെ ആർക്കും വേണ്ടിയല്ലല്ലോ. പ്ലീസ്. നീയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രകോപന വാക്കുകൾ കൊണ്ട് എന്നെ വീഴ്ത്തുന്നത് എന്റെ അർജുനെ. പറഞ്ഞിട്ട് കാര്യമില്ലടാ, നീ വല്ലതും പറയുമ്പോ എനിക്ക് കേൾക്കാതിരിക്കാൻ തോന്നത്തില്ല. ശരി, ഈ വർഷം കഴിയുന്നവരെ ഇനി എന്ത് കോഴ്സ് എടുത്ത് പഠിക്കാൻ പോയാലും എങ്ങാനും നമ്മൾ ഒരുമിച്ചായ നിന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ട് അഭിനയിക്കാൻ എന്നെ കിട്ടത്തില്ല. വേറെ ആരെങ്കിലും സംഘടിപ്പിച്ച് വെച്ചോണം, ഇല്ലെങ്കിൽ ഈ സിന്റെ പിടിച്ചോണം, കേട്ടല്ലോ? ആരെ? സിന്റനെ? എന്നെ സിന്റനെ കണ്ടാ പറയുമല്ലോ പിന്നെ ഞങ്ങൾ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ആണെന്ന്. ഒന്ന് പോടി അങ്ങോട്ട്. അതെന്താ അവക്ക് കുഴപ്പം? അവളെ പോലെ ബോൾഡ് ആയിട്ടുള്ള ഒരു പെങ്കൊച്ചിനെ കിട്ടാനുണ്ടല്ലോ. ഭാഗ്യം ചെയ്യണോടാ, ഭാഗ്യം. ഞാനൊക്കെ ആണെങ്കിൽ ഞാൻ ബോൾഡ് അല്ലെന്നല്ല, ഞാനും ബോൾഡാണ്. പക്ഷെ എന്നാലും അവളെ പോലെ സ്ട്രെങ്തും നല്ല പവറൊക്കെ ഉള്ള ഒരാള് സൂപ്പറാണ്. അയ്യോ എന്റെ പൊന്നുമോളെ അന്നാമേ, അവൻ പറഞ്ഞ വിഷമോ നീ ഇപ്പൊ തന്നത് കൂടെ ആയപ്പോ എനിക്ക് തൃപ്തിയായിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോ അങ്ങ് ഉയരങ്ങളിൽ എത്തി നിൽക്കുക. മതി എന്നെ താറ്റിയത്. ഇപ്പൊ ബസ് എടുക്കും, അതിനുമ്പോ വന്ന് കേറാൻ നോക്ക്. ടൂർ പോകുന്നതിന്റെ രാവിലെ തന്നെ നമ്മളായിട്ടൊരു അടി ഉണ്ടാക്കണ്ട, വാ. അത് ശരിയാ. ഇല്ല, നമ്മളിപ്പോ കേറിയില്ലാന്ന് വെച്ചാലേ അങ്ങേര് ബസ് എടുത്തോണ്ട് പോകും. അങ്ങേര് അറിയാലോ, ആ പ്രിൻസിപ്പാള് അയാള് മുമ്പേ കയറി കുറ്റിയടിച്ച് അതിനകത്ത് ഇരിക്കുകയാണ്. അങ്ങേര് ടൂറിനെങ്കിലും വരില്ല എന്ന് വിചാരിച്ച് അതിനും അങ്ങേരുണ്ട്. നിങ്ങൾ വരാൻ നോക്കുവാ. എന്നിട്ട് അവർ ടൂർ പോയോ? അല്ല, ഇതില് അഭിജിത്തും കാശിനാഥും എവിടെ? അവരെ കണ്ടില്ലല്ലോ. എടാ, ഇല്ല ഫോട്ടോ സ്റ്റാറ്റ് പോലെ പറഞ്ഞു തരാനേ, ഞാൻ അവരുടെ കൂടെ ഇല്ലായിരുന്നു. അത് നീ ആദ്യം മനസ്സിലാക്കും. പിന്നെ ഈ അഭിജിത്തും കാശിനാഥും എവിടെയെന്നൊക്കെ ചോദിച്ചാ അവരാ വണ്ടിയിലുണ്ടായിരുന്നു. അങ്ങനെയാണ് അവൻ പറഞ്ഞത്. അവൻ വാൽന്നും പുല്ലാതെയൊക്കെ പറഞ്ഞത്. ബാക്കി ഞാൻ ഇനി അവിടെ ചെന്നിട്ടുള്ള കാര്യം പറയാം. അങ്ങനെ വളരെ ഹരിത മനോഹരമായ പച്ചപ്പും കാടുകളും എല്ലാം നിറഞ്ഞ കുറേ സ്ഥലങ്ങൾ അവർ കണ്ടു. അറ്റ് ലാസ്റ്റ് നിർത്ത്. എടാ, നീ ഒരുപാടത്തെ മറ്റേടത്തെ കോത്താടത്തെ പരിപാടിയാണെങ്കിലേ. എടാ, എനിക്കൊന്നും മനസ്സിലായില്ല. ആദ്യം ഹരിതമനോഹരമായ സ്ഥലം കാണിച്ചു, പിന്നെ പെട്ടെന്ന് എങ്ങനെയാണ് പബ്ബിലോട്ടൊന്നാ. എടാ, പറയണമെങ്കിൽ എന്റെ പൊന്നു പീറ്ററോ നേരെ ചോദിച്ചാൽ പറയണം, മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞില്ല എന്നുണ്ടോ? അയ്യോ ദാരിദ്ര്യം, നിന്നെ വാവളത്തിയുള്ള ഇരിപ്പ് കണ്ടപ്പോഴേ തോന്നി ഒന്നും മനസ്സിലായില്ല. പറഞ്ഞുതരാം. എടാ, ലൂക്കായൊക്കെ ഇവിടെ നിന്ന് ടൂർ പോയെന്നാന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഡിസംബർ 24-ാം തീയതി, അതായത് ലാസ്റ്റ് അവരെ തിരിച്ചു വരുന്നതിന്റെ അന്നാണ് ന്യൂ ഇയർ വരുന്നത്. ആ ടൈമില് അവന്മാര് കാണാനുള്ളതൊക്കെ കണ്ടിട്ട് നേരെ ഒരു പബ്ബിൽ കയറി അടിച്ചു പൊളിക്കാനായിട്ട് പോയി. അവിടെയാണ് നമ്മളെ കഥയുടെ തുടക്കം വരുന്നത്.
പോയ അവന്മാര് വെറുതെ ഇരിക്കുമെന്ന് തോന്നില്ലല്ലോ. അവന്മാരെല്ലാം ഉണ്ടല്ലോ, ക്യാമ്പസിലുള്ള സകലമാന ചെറുക്കന്മാരും ഉണ്ട്. അവന്മാരെല്ലാം കൂടെ സ്പൈൻ ദ ബോട്ടിൽ എന്ന് പറയുന്ന മറ്റേ ഗെയിം ഉണ്ടല്ലോ, മറ്റേ കുപ്പി കറങ്ങി വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അവർ പറയുന്ന ട്രൂത്ത് ഓർ ഡയർ പറഞ്ഞിട്ട് അത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഗെയിം ഉണ്ടല്ലോ. ആ ഗെയിം ഒന്ന് കളിക്കാനും തുടങ്ങി. കളിച്ച് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞുതരാം. കറങ്ങി ഓ നീയായിരുന്നു. അതെന്താ നീ നിർത്തിക്കളഞ്ഞേ? ഒരു ഗെയിം ആകുമ്പം ഗെയിമിന്റെ നിയമം എല്ലാവർക്കും ബാധകം തന്നെയാ. നീ അവനോട് ചോദിക്ക് ട്രൂത്ത് ഓർ ഡയർ ആണോന്ന്. നീ ഒന്ന് പോയടാ. എനിക്ക് ചോദിക്കാതിരിക്കാൻ എന്താ? നിന്റെ കൂട്ടുകാരന് 2 കൊമ്പുണ്ടോ? ഇല്ലല്ലോ. ഞാൻ ചോദിക്കാൻ തന്നെ പോന്നെ. ട്രൂത്ത് ഓർ ഡയർ? ദൈവമേ, ട്രൂത്ത് പറഞ്ഞ പോലെ കൊനഷ്ട ചോദ്യം ചോദിച്ചാൽ സത്യം പറയേണ്ടി വരും. ഡയർ. ഓഹോ, ഡയർ അല്ലേ? നിനക്കുള്ള ഞാൻ തരാടാ. നീ വിചാരിക്കാത്ത സാധനം തന്നെ ഞാൻ നിനക്ക് തരും. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയാൻ പോവാണേ ഗൈസ്. വേറൊന്നുമല്ല, ഈ കൂട്ടത്തിൽ ആരെങ്കിലും നീ ഫോഴ്സ്ഡ് കിസ് ചെയ്യണം. അതും അയാൾക്ക് ഇഷ്ടമില്ല, നിന്നെ ഇഷ്ടമില്ല എന്ന് ഉറപ്പുള്ള ഒരാളെ നീ പോയി ഫോഴ്സ്ഡ് കിസ് ചെയ്യണം. പെണ്ണോ ആണോ ആരും ആവാം. അപ്പോൾ ചെയ്യല്ലേ? ദേ ലൂക്ക, ഇത് നിന്റെ കളിയല്ല. നീ മനഃപൂർവ്വം ഇങ്ങനെ ഒരു ഡയർ മുന്നോട്ട് വെച്ചത്. ആഹാ ഷെടാ, ഇതെന്ത് കഷ്ടം. ഗെയിം ഇസ് എ ഗെയിം, നീയല്ലേ പറഞ്ഞേ. പിന്നെ കളികളെല്ലാവർക്കും ബാധക. അവൻ ഡയർ ചൂസ് ചെയ്തു, ഞാൻ അവന് കൊടുക്കാനുള്ളത് കൊടുക്കുകയും ചെയ്തു. ഇനി ചെയ്യേണ്ട അവൻ്റെ കടമയാണ്. സോ ഗെയിം ഈസ് എ ഗെയിം. ഇനി ഇതിൽ എനിക്കൊരിതില്ല. ദേ ലൂക്ക, നീ മനഃപൂർവ്വം കോളേജിൽ ഓരോ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ഇങ്ങനെ കാണിക്കുന്നത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇത് നടക്കത്തില്ല. ഇങ്ങനൊരിത് ചെയ്യാനും പറ്റത്തില്ല. അതെ അഭിജിത്ത്, എന്തുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല? അവന്റെ ഒരു കിസ്സിന് വേണ്ടി കൊതിച്ചിരിക്കുന്ന 10,000 എണ്ണങ്ങളുണ്ടല്ലോ. അതിൽ ആർക്കെങ്കിലും അവനൊരു ഫോഴ്സ്ഡ് കിസ്സായിട്ടൊക്കെ കൊടുത്താൽ മതി. വേണമെങ്കിൽ പറയുന്ന ഞാൻ പോലും നിന്ന് തരും. സോ ഗെയിം എല്ലാവർക്കും ബാധകമാണ്. ചെയ്തേ പറ്റൂ. ഈ ഡയറ അവനായിട്ട് ചൂസ് ചെയ്തതാ. അവൻ കിസ്സല്ല. അബി വേണ്ടടാ. ഇപ്പം എന്താ, ഞാനിവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ഫോഴ്സ്ഡ് കിസ് കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. സോ ഫൈൻ, കൊടുക്കാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ അടങ്ങ്, ഞാൻ കൊടുക്കാം. കർത്താവേ, എടാ കാലമാടാ, നീ അല്ലെങ്കിൽ എനിക്ക് പണി ഉണ്ടാക്കി വെക്കുന്നത്. അവ എന്റെ അടുത്തോട്ടാ പറഞ്ഞത്. നിനക്ക് എന്തിന്റെ കേടാ ലൂക്ക? ദൈവമേ, യവനാകണ എനിക്ക് മുമ്പ് തന്ന എനിക്കിനി കല്യാണം കഴിക്കാൻ പറ്റൂലല്ലോ കർത്താവേ. താൻ പേടിക്കണ്ട. ഫോഴ്സ്ഡ് കിസ് ആണിനോ പെണ്ണിനോ കൊടുക്കാന്നല്ലേ. സോ എൻ്റെ നീയല്ല. പിന്നെ തീർന്നല്ലോ നിന്റെ ഡയർ. കൊടുക്കേണ്ടാക്കി ഞാൻ കിസ് കൊടുത്തിട്ടുണ്ട്. ആണിനോ പെണ്ണിനോ ആർക്കോ കൊടുക്കാന്ന് പറഞ്ഞു. ഇറ്റ്സ് ഓവർ. ഇല്ലല്ലോ കാശി, അതെങ്ങനെ തീരും? നിങ്ങൾക്ക് മാത്രം വേറെ നിയമമാണോ? അവൻ വെച്ച ഡയർ ഫോഴ്സ്ഡ് കിസ്സാണ്. അത് തന്നെ നീ കൊടുത്തേ പറ്റൂ. പോരാഞ്ഞിട്ട് ഞങ്ങളൊക്കെ പല ഡയറും പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളത് മുഴുവൻ ചെയ്യിപ്പിക്കുമായിരുന്നല്ലോ. ചെയ്യിപ്പിച്ചവർ ഈ കൂട്ടത്തിലുണ്ട്. സോ കൊടുത്തേ പറ്റൂ. സ്റ്റോപ്പ്. ആ ഡയർ അവിടെ കഴിഞ്ഞു. അവന് ഞാൻ ഡയർ കൊടുത്തു, അവൻ എന്നെ വന്ന് കിസ്സും ചെയ്തു. സോ ഇറ്റ്സ് ഓവർ ദെയർ. നോ, ഇറ്റ്സ് നോട്ട് ഓവർ. റൂൾസ് എല്ലാവർക്കും ബാധക. കൊടുത്തേ പറ്റൂ. ഓക്കെ ടെൻസ്ഡ് ആവണ്ട ആരും. ഇപ്പം എന്താ വേണ്ടേ? ഞാൻ ഫോഴ്സ്ഡ് കിസ് കൊടുക്കണം. അതും ഞാനിപ്പോൾ കൊടുത്ത ആൾക്ക് തന്നെ. ഐ ആം റെഡി. ഞാൻ കൊടുക്കാം. എനിക്ക് വേറെ ഒരു കുഴപ്പവും ഇല്ലല്ലോ. കൊടുക്കാം. എന്നിട്ട് പറയടാ, പിന്നെന്താ ഉണ്ടായേ? അവിടെ വെച്ചെല്ലാം കഴിഞ്ഞോ? അപ്പൊ ഈ കാശി ഗേ ആണോ? അയ്യേ, എവിടെ നിന്നില്ലാത്ത ശുഷ്കാന്തി നോക്കിയാണ് അവന്റെ. ഒന്ന് പോടാ. അവൻ ഗേ ആണോ പേ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെയാണ് ലൂക്ക എന്നോട് പറഞ്ഞത്. അതിനുശേഷമാണ് ലൂക്കയ്ക്ക് കാശി ഇഷ്ടമല്ലാത്തത്. പിന്നെ ലൂക്ക ഇത് പറയുന്ന നേരത്ത് കുറെ തപ്പി തടയുന്നുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം അവൻ ഇതിനും കൂടുതൽ വേറെ എന്തൊക്കെയോ അന്ന് അവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ അവ അതൊക്കെ മറച്ചു വെച്ചിട്ടാ പറഞ്ഞത്. അതെനിക്ക് അന്നേ ഉള്ള ഡൗട്ടാ. അത് വിടും. പിന്നെ അതിനുശേഷം ലൂക്ക നമ്മൾ പറഞ്ഞ അമേരിക്ക വിട്ടു. പിന്നെ ഈ കാശിനാഥ് എവിടെയായിരുന്നു എന്ന് ലൂക്കയ്ക്ക് ഇതുവരെ അറിയത്തില്ല. പിന്നെ ഇന്നലെ 2 ദിവസം മുമ്പ് ഇവിടെ വന്നപ്പോഴാണ് എവനെ കാണുന്നത്. അപ്പൊ തുടങ്ങിയ വേവാണിത്.
അതും ഇതും കൂടെ ആയപ്പോ പോലെ എന്റെ അത്രയും പേരുടെ മുമ്പ് അവനെ ഇത്രയും പേരെഴുന്നിട്ട് അപ്പൊ അവനെ തന്നെ അവന് കിസ് ചെയ്തു. അത് എന്തിനാന്ന് അവൻ അറിയണം ലൂക്കയ്ക്ക്. പിന്നെ അത്രയും പേരുടെ മുമ്പ് അവൻ നാണം കിട്ടും. പിന്നെ പിറ്റേ ദിവസം കോളേജിൽ പോയപ്പോ അവരെ രണ്ടുപേരും മറ്റേ ഗേ കപ്പിൾസ് ആണെന്നും പറഞ്ഞ് കളിയാക്കി. അതും കൂടെ ആയപ്പോഴത്തേക്കും തൃപ്തിയായി ലൂക്കയ്ക്ക്. അങ്ങനെ അവനെ മുച്ചോട് വെറുക്കുമായിരുന്നു. പിന്നെ അതിന് ശേഷം എന്നോട് അവന്റെ കാര്യം പറയുമ്പോഴൊക്കെ ലൂക്കയ്ക്ക് ഭയങ്കര വേവാടാ. പിന്നെ ഇപ്പോഴാ കാണുന്നേ. പിന്നെ പറയണ്ടല്ലോ, കണ്ണീർ കണ്ടപ്പോ പിന്നെ കടിച്ചേറ് തിന്നാൻ അവൻ നിൽക്കുന്നത്. ഇനി എന്തൊക്കെ നടക്കുമെന്തോ. ഇനി എന്റെ അടുത്ത് എന്താ അവരുടെ ഇടയിലെ പ്രശ്നം ചോദിച്ചോണ്ട് വരല്ലേ. കേട്ടല്ലോ, ഇപ്പൊ മനസ്സിലായല്ലോ നിനക്ക്. ഇനി ചോദിച്ചോണ്ട് വരൂല. എന്നാലും ഒരു ഡൗട്ട്. പോയാ? ഓ നീ പോടാ, നീ പറഞ്ഞിരണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. എന്നാലും അതായിരിക്കും പ്രശ്നം. ഒരു ഗെയിമിന്റെ ഇടയിൽ ഒരു ഉമ്മ കൊടുത്തെന്നും പറഞ്ഞാലോ. വേറെന്തോ ഉണ്ട്. ഞാൻ കണ്ടുപിടിക്കൂടാ ലൂക്കെ. നിന്റെ ഏട്ടനാണ് ഈ ലൂയിസ് എങ്കിൽ തുരന്ന് കണ്ടുപിടിക്കും. തുരന്ന് നോക്കിക്കോ, നോക്കിക്കോ. എക്സ്ക്യൂസ് മീ സാർ, നമ്മുടെ ആള് ആ വീട്ടിൽ കയറിയിട്ടുണ്ട്. പിന്നെ പോരാഞ്ഞിട്ട് ഇപ്പൊ പ്രസന്റ് ആയിട്ട് കിട്ടിയൊരു ന്യൂസാണ് സാർ. ഇഷ മാം നേരത്തെ തന്നെ പോയിട്ടുണ്ട് ഈ റൂട്ടിലോട്ട്. മാം അവിടെ ചെന്ന് വേറെന്തൊക്കെയോ കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓ, അപ്പൊ അവള് രണ്ടും കൽപ്പിച്ച. മാത്യു, ഒരു കാര്യം ചെയ്യും. നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. പറ്റുമെങ്കിൽ എത്രയും നേരത്തെ തന്നെ. കാരണം നമ്മളിനി ഇവിടെ നിൽക്കും തോറും ടൈം ആയിക്കൊണ്ടിരിക്കാം. അവൾക്ക് നമ്മൾ കുറച്ചുകൂടി സൗകര്യം ഒരുക്കി കൊടുക്കുന്ന പോലെ ആവും. അതല്ല, അവളെ നേരത്തെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ പല ഉദ്ദേശങ്ങളും കാണും. ഈശ്വരനെ, എനിക്കറിയാന്നുള്ള പോലെ വേറെ ആർക്കും അറിയില്ലല്ലോ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഓക്കെ സാർ, ഞാൻ എന്നാ ഇപ്പൊ തന്നെ എല്ലാം സെറ്റ് ചെയ്യാം. ശരി സാർ. ഇഷ ബേബി, ഡോണ്ട് വെറി, ഐ ആം കമ്മിങ് ടു യു. ഞാൻ നിന്റെ അടുത്തോട്ട് തന്നെയാ വരുന്നത്. അതും നിനക്ക് വേണ്ടി മാത്രം. Poor girl, so poor.